ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പുനഃപരിശോധനാ ഹർജി വിചാരണക്കെടുക്കാനുള്ള സുപ്രീം കോടതി തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. ഇത് സംബന്ധിച്ച് നിയമവകുപ്പ് മന്ത്രി നടത്തിയിട്ടുള്ള പരാമർശം ആളുകളെ കബളിപ്പിക്കാനും ഒളിച്ചുകളി നടത്താനുമുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. പുനഃപരിശോധനാ ഹർജി പരിഗണിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു നേരത്തെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ള സമീപനം. സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ച് കേസ് വന്നപ്പോൾ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് നൽകിയിട്ടുള്ള സത്യവാങ്മൂലം സ്ത്രീ പ്രവേശനമാകാമെന്നതായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതി വിധി വന്നത്. ആ വിധിക്കെതിരായിട്ടുള്ള പുനഃപരിശോധനാ ഹർജി വ്യത്യസ്ത സംഘടനകളും വ്യക്തികളും സുപ്രീം കോടതിയിൽ സമർപ്പിച്ചപ്പോൾ അന്ന് സ്വീകരിച്ച നിലപാട് പുനഃപരിശോധനാ ഹർജി ആവശ്യമില്ല എന്നും നേരത്തെയുള്ള വിധി തുടരണമെന്നുമായിരുന്നു. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടെന്താണ്? അതിതുവരെ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. മാർച്ച് മാസം 14 തീയതിക്ക് മുമ്പേ ഇതിൽ സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം കൊടുക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ നേരത്തെ സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലം പിൻവലിച്ച് പുതിയ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ കൊടുക്കാൻ തയ്യാറാകണമെന്ന് സംസ്ഥാന സർക്കാരിനോട് BJP ആവശ്യപ്പെടുകയാണ്. ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കാൻ അവർ തയ്യാറാവണം. ആളുകളെ കബളിപ്പിക്കുന്ന സമീപനം അവസാനിപ്പിക്കണം. മാത്രമല്ല, നിലപാട് മാറുമ്പോൾ ശബരിമല പ്രക്ഷോഭത്തിൻ്റെ കാലഘട്ടത്തിൽ അന്ന് ശബരിമലയിലെ ആചാര സംരക്ഷണം നടത്തണം, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലുടനീളം അയ്യപ്പ ഭക്തന്മാർ നടത്തിയിട്ടുള്ള സമരത്തെ, പ്രക്ഷോഭത്തെ, നാമജപ ഘോഷയാത്രയെ എല്ലാം നേരിട്ടുകൊണ്ട് അവർക്കെതിരായിട്ട് 10,000-കണക്കിന് കള്ളക്കേസുകളാണ് സംസ്ഥാന സർക്കാർ ചുമത്തിയത്. അതുകൊണ്ട് പുതിയ സാഹചര്യത്തിൽ സത്യവാങ്മൂലം പിൻവലിച്ച് പുതിയ സത്യവാങ്മൂലം കൊടുക്കുന്നതോടൊപ്പം ആ കാലയളവിൽ സംസ്ഥാന സർക്കാർ ചുമത്തിയിട്ടുള്ള എല്ലാ കള്ളക്കേസുകളും പിൻവലിക്കാൻ തയ്യാറാകണമെന്നുകൂടി BJP ആവശ്യപ്പെടുകയാണ്. ഈ ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബരിമലയിൽ അന്നത്തെ ഗവൺമെൻറ്, പിണറായി വിജയൻ്റെ ഗവൺമെൻറ് സ്വീകരിച്ച അയ്യപ്പ വിരുദ്ധ നിലപാടുകൾ ജനങ്ങളെ വിശദീകരിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകും. അതിൻ്റെ ഭാഗമായി സത്യവാങ്മൂലം പിൻവലിച്ച് പുതിയ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നൽകുക, അയ്യപ്പ ഭക്തന്മാർക്കെതിരായിട്ടുള്ള കള്ളക്കേസുകൾ പിൻവലിക്കുക എന്നീ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ മാസം 24 തീയതി മുഖ്യമന്ത്രിയുടെ വീട്ടിന് മുമ്പിൽ അയ്യപ്പ ജ്യോതി തെളിയിച്ചുകൊണ്ട് ഞങ്ങൾ പ്രക്ഷോഭം ആരംഭിക്കും. ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരും BJP പ്രവർത്തകന്മാരും ആ അയ്യപ്പ ജ്യോതി പരിപാടിയിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രിക്ക് സദ്ബുദ്ധി ഉദിക്കണം, ഈ ഗവൺമെൻറ് നിലപാട് തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് 24 തീയതി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുമ്പിൽ BJPയുടെ നേതൃത്വത്തിൽ ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. 25 തീയതി ശബരിമലയുടെ കവാടമായിട്ടുള്ള ചെങ്ങന്നൂരിൽ ശബരിമല സംരക്ഷണ സംഗമം സംഘടിപ്പിക്കാനും BJP തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷം കേരളത്തിലുടനീളം എല്ലാ ബൂത്തുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ അയ്യപ്പ ഭക്തന്മാരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ടുള്ള വിപുലമായിട്ടുള്ള പ്രചരണത്തിനും പ്രക്ഷോഭത്തിനുമാണ് പാർട്ടി തീരുമാനമെടുത്തിട്ടുള്ളത്. ഈ കാര്യത്തിൽ UDFും LDFും ഒരേ സമീപനമാണ് സ്വീകരിക്കുന്നത്. നേരത്തെ ശബരിമലയിൽ ഈ കേസ് വന്നപ്പോൾ അന്ന് സംസ്ഥാന സർക്കാർ പ്രത്യക്ഷമായി യുവതീ പ്രവേശനത്തെ സ്വാഗതം ചെയ്തു, അതിൻ്റെ കൂടെ നിന്നു.
അന്ന് സമരം ചെയ്തത് BJP ഉൾപ്പെടെയുള്ള സംഘടനകൾ, വ്യത്യസ്ത ഹിന്ദു സംഘടനകൾ, അവരൊക്കെയായിരുന്നു സമരമുഖത്തുണ്ടായിരുന്നത്. അന്ന് സമരത്തോട് കയ്യകലം പാലിച്ചുകൊണ്ട്, സമരത്തിന് മാറി നിന്നുകൊണ്ട് സമരം നടത്തിയിട്ടുള്ള, പ്രക്ഷോഭം നടത്തിയിട്ടുള്ള, നാമജപഘോഷയാത്ര നടത്തിയിട്ടുള്ള അയ്യപ്പ ഭക്തന്മാർക്കെതിരായിട്ടുള്ള നിലപാടായിരുന്നു അന്ന് UDF സ്വീകരിച്ചത്. സുപ്രീം കോടതി വിധി അനുകൂലമായപ്പോൾ അതിൻ്റെ കയ്യടി നേടാൻ UDF പരിശ്രമിച്ചു എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ആ പ്രക്ഷോഭം നടന്ന കാലഘട്ടത്തിൽ UDF സ്വീകരിച്ച സമീപനം പ്രക്ഷോഭകാരികളെ ഒറ്റുകൊടുക്കുക എന്നുള്ളതായിരുന്നു. പല സ്ഥലത്തും CPM-ന്റെ കൂടെ നിന്നുകൊണ്ട് നാമജപഘോഷയാത്രയെ ഒറ്റുകൊടുത്തവർ, ആ കേസിൽപ്പെട്ടവരെ പോലീസിന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തവർ, സമരങ്ങൾ പങ്കെടുത്ത ആളുകളെ പരിഹസിക്കുന്ന നിലപാട് സ്വീകരിച്ചവർ, ഇതെല്ലാം കോൺഗ്രസും UDF-ഉമായിരുന്നു. അതേ സമീപനമാണ് ഇപ്പോഴും UDF-ന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഇപ്പോൾ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ UDF സ്വീകരിക്കുന്ന സമീപനം നേരത്തെ സ്വീകരിച്ച സമീപനം പോലെ തന്നെയാണ്. പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ CPM-ന്റെ കൂടെ നിൽക്കുകയാണ് UDF ചെയ്യുന്നത്.